മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി സന്ധ്യാസമയത്ത് തൂണുപിളർന്നുവന്ന് അസുരരാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ചു. ലോകം മുഴുവൻ ആശ്വസിച്ചു. എന്നാൽ ഹിരണ്യകശിപുവിന്റെ രക്തം കുടിച്ചിട്ടും അവന്റെ കുടൽമാല അണിഞ്ഞിട്ടും നരസിംഹമൂർത്തിയുടെ ഉള്ളിലെ ക്രോധാഗ്നി കെട്ടടങ്ങിയില്ല. ആ കണ്ണുകളിൽ നിന്ന് പ്രവഹിച്ച തീപ്പൊരികൾ ലോകത്തെ മുഴുവൻ ചുട്ടുപൊള്ളിക്കാൻ തുടങ്ങി. നരസിംഹത്തിന്റെ അലർച്ച കേട്ട് സപ്തസാഗരങ്ങളും ഇളകിമറിഞ്ഞു. രക്ഷകനാകേണ്ടവൻ തന്നെ സംഹാരരുദ്രനായി മാറിയപ്പോൾ ഭയന്ന ദേവന്മാർ കൈലാസത്തിലേക്ക് ഓടി. പ്രഭു, അങ്ങ് കണ്ണു തുറക്കൂ. വൈകുണ്ഠനാഥൻ കോപം കൊണ്ട് സ്വയം മറന്നിരിക്കുന്നു. അവിടുത്തെ തടയാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇന്നത്തോടെ ചാമ്പലാകും, അവർ കേണപേക്ഷിച്ചു. നരസിംഹത്തെ ശാന്തനാക്കാൻ ആദ്യം പരമശിവൻ തന്റെ അംശമായ വീരഭദ്രനെ അയച്ചു. എന്നാൽ വീരഭദ്രൻ പരാജയപ്പെട്ടു. അതോടെ ശിവൻ തീരുമാനിച്ചു, ഇനി ഞാൻ തന്നെ പോകണം. ശിവൻ സാധാരണ രൂപത്തിലല്ല വന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതീവ ഭയാനകമായ ഒരു രൂപം അദ്ദേഹം കൈക്കൊണ്ടു. അതാണ് ശരഭമൂർത്തി. എന്തായിരുന്നു ആ രൂപം? അതിന് മൃഗത്തിന്റെയും പക്ഷിയുടെയും സ്വഭാവങ്ങളുണ്ടായി. സിംഹത്തെക്കാൾ കരുത്തൻ, കൂർത്ത നഖങ്ങൾ, വജ്രം പോലെയുള്ള കൊക്ക്, ഭീമാകാരമായ ചിറകുകൾ, 8 കാലുകൾ. അതുകൊണ്ട് അഷ്ടപാദൻ എന്നും വിളിച്ചു. ചന്ദ്രനെ ശിരസിലണിഞ്ഞ ആ രൂപം നരസിംഹത്തിന് നേരെ പാഞ്ഞു ചെന്നു. തന്റെ ചിറകുകൾ കൊണ്ട് നരസിംഹത്തെ വരിഞ്ഞു മുറുക്കി ആകാശത്തേക്ക് ഉയർത്താൻ ശരഭമൂർത്തി ശ്രമിച്ചു. ശരഭമൂർത്തിയുടെ പിടിയിൽപ്പെട്ടപ്പോൾ നരസിംഹം ഭയന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കോപം 10 മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ശരഭനെ നേരിടാൻ നരസിംഹം തന്റെ ഉള്ളിലെ അനന്തമായ ശക്തി പുറത്തെടുത്തു. നരസിംഹ ശരീരത്തിൽ നിന്നും മറ്റൊരു രൂപം സ്ഫോടനം പോലെ പുറത്തു വന്നു. അതാണ് ഗണ്ഡബേരുണ്ഠൻ. ഇതൊരു സാധാരണ പക്ഷിയല്ല, 2 തലകളുള്ള പക്ഷി. അതിന്റെ കണ്ണുകളിൽ സൂര്യന്റെ തിളക്കമായിരുന്നു. ആകാശത്തെ മുഴുവൻ മറയ്ക്കാൻ തക്കവണ്ണമുള്ള ചിറകുകൾ അതിനുണ്ടായിരുന്നു. ആനകളെയും സിംഹങ്ങളെയും ഒരേ സമയം കൊക്കുകളിലും കാലുകളിലും തൂക്കിയെടുക്കാൻ മാത്രം ശക്തിയുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ രൂപമായി ഗണ്ഡബേരുണ്ഠൻ മാറി. പിന്നെ നടന്നത് പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ യുദ്ധമായി. ഒരു വശത്ത് ശിവന്റെ അവതാരമായ ശരഭമൂർത്തി, മറുവശത്ത് വിഷ്ണുവിന്റെ ഉഗ്രരൂപമായ ഗണ്ഡബേരുണ്ഠൻ. ചിറകുകൾ കൂട്ടിയിടിച്ചപ്പോൾ ഇടിമുഴക്കമുണ്ടായി. നഖങ്ങൾ കൊണ്ടവർ പരസ്പരം ആക്രമിച്ചു. ആകാശത്തിൽ രക്തം മഴയായി പെയ്തു. 18 ദിവസത്തോളം ഈ യുദ്ധം നീണ്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗണ്ഡബേരുണ്ഠന്റെ ഓരോ അലർച്ചയിലും നക്ഷത്രങ്ങൾ പോലും വിറച്ചുപോയി. യുദ്ധം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ പെട്ടെന്നൊരത്ഭുതം സംഭവിച്ചു. പരസ്പരം കണ്ണുകളിൽ നോക്കിയപ്പോൾ ആ 2 ഭീകരരൂപികൾക്കും ഒരു കാര്യം മനസ്സിലായി. ഞാൻ ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇത് ഞാൻ തന്നെയാണ്. ശിവനും വിഷ്ണുവും 2 അല്ല, ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ മാത്രം. സംഹാരമില്ലാതെ സൃഷ്ടിയില്ല, സൃഷ്ടിയില്ലാതെ സംഹാരവുമില്ല. ആ നിമിഷം ഗണ്ഡബേരുണ്ഠന്റെ കണ്ണിലെ തീ അണഞ്ഞു. ശരഭന്റെ പേശികളിലെ മുറുക്കം അയഞ്ഞു. ആകാശത്ത് വെച്ച് അവർ പരസ്പരം വണങ്ങി. ഭീകരരൂപങ്ങൾ അലിഞ്ഞില്ലാതായി. ശാന്തസ്വരൂപനായ വിഷ്ണുവും പ്രസന്നവദനായ ശിവനും ആകാശത്ത് തെളിഞ്ഞു. ദേവന്മാർ ആനന്ദ കണ്ണീർ പൊഴിച്ചു. ഭൂമിയിൽ വീണ്ടും കുളിർക്കാറ്റ് വീശി. അങ്ങനെ ലോകത്തെ വിറപ്പിച്ച ആ മഹാകോപം അവസാനിച്ചു.